എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി 3/4 കപ്പ് റവ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ജാറിലേക്ക് കുറച്ച് മല്ലിയില കുറച്ച് എടുത്താൽ മതി കേട്ടോ. എല്ലാം കുറച്ച് പുതിന ഇല, കുറച്ച് വേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ അരിമോദകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മല്ലി. വെള്ളം ചേർക്കാണ്ട് ഇത് കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുത്തിട്ട് വരാം. തരിതരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി വെച്ചേക്കണതാണ്. ഇത് ഒട്ടും കട്ടകളില്ലാണ്ട് ഉടച്ചെടുത്തിട്ട് വരാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കണം മല്ലിയിലയുടെയും പുതിനയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മളെല്ലാം ജീരകം, മല്ലി, കുരുമുളകൊക്കെ പച്ചയ്ക്കാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. മിക്സിൻ്റെ പച്ചമണം പോയതും ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കണം ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം. ഈ മിക്സ് ഉരുളക്കിഴങ്ങിൽ നല്ലോണം യോജിപ്പിച്ച് എടുക്കണം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. 1/4 ഭാഗം നാരങ്ങയുടെ നീര് ചേർക്കാം. നാരങ്ങയുടെ നീര് വേണ്ടാത്തൊരു ചാറ്റ് മസാല യൂസ് ചെയ്യാത്ത. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം മിക്സ് റെഡിയായി. നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 1/4 ടീസ്പൂൺ അരിമോദകം. ജീരകം നല്ലോണം മൂത്ത് വരുമ്പോൾ 1/2 കപ്പ് റവ ചേർക്കാം. വറുത്ത റവയായാൽ പോലും ഒന്ന് വറുത്തെടുത്തോളൂ കേട്ടോ. റവ വറുത്തെടുത്തു. ഈ റവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി മിക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ റവയിൽ ചേർക്കാനായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഏത് കപ്പിലാണോ റവ എടുത്ത് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ചേർക്കുക. സാധാരണ വെള്ളമാണ് ചേർക്കണം. പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നല്ലോണം മിക്സ് ചെയ്തിട്ട് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിന് ഇത് റെഡിയാക്കി എടുക്കണം. റവയുടെ മിക്സ് റെഡിയായി. ഒട്ടും വെള്ളം ഇല്ലാണ്ട് പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി. ഇത്രയ്ക്കും ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറേശ്ശെ തണുക്കുമ്പോൾ നമുക്ക് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യണം. കുറേശ്ശെ ചൂടുണ്ടാവണം. ഇത് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗോതമ്പാവ് ചേർക്കാം. ഇതൊരു തിക്ക് ഡോ ആക്കി എടുക്കണം. അതിന് വേണ്ടിയാണ് കുറേശ്ശെ ഗോതമ്പാവ് ചേർത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിന് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാട്ട. ഒരു ഡോവിൻ്റെ പാകത്തിന് കുഴച്ചെടുത്തു. 3 ടേബിൾ സ്പൂൺ ഗോതമ്പാവ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. അതേ കണക്ക് എല്ലാവർക്കും വരണം എന്നില്ല. നിങ്ങൾ എടുക്കേണ്ട റവയുടെ ഒക്കെ അനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടിയാക്കി എടുക്കണം. അതനുസരിച്ച് ഗോതമ്പാവ് ചേർത്തോളൂ. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന റവയുടെ മിക്സ് ഒന്ന് പരത്തി എടുക്കണം. കുറച്ച് ഗോതമ്പാവ് സ്പ്രെഡ് ചെയ്യുക. ആ റോൾ അങ്ങനെ പരത്താൻ പോവാട്ട. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. കയ്യിൽ പരത്തിയതിന് ശേഷം നമുക്ക് റോൾ വെച്ച് പരത്താം. ഇതിൻ്റെ മുകളിലും കുറച്ച് ഗോതമ്പാവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. വക്ക് പൊട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷേപ്പ് ആക്കാനുള്ളത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിൻ്റെ ബോക്സ് ഏത് വേണമെങ്കിൽ എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാം. നമുക്ക് ഓരോ ഷേപ്പാക്കി എടുക്കാം. ഓരോന്ന് ചെയ്യുമ്പോഴും കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടി പിടിക്കും. അടുത്തത് ഷേപ്പാക്കാം. ഈ ബാലൻസ് വന്നേക്കണ മാവ് നമുക്ക് എടുത്ത് മാറ്റാം. വെക്കണ പ്ലേറ്റിലും കുറച്ച് ഗോതമ്പാവ് സ്പ്രെഡ് ചെയ്യുന്നേ. ഒട്ടിപ്പിടിക്കില്ല. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ 4 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സ് ഒന്ന് കുഴയ്ക്കാം. ഈ മിക്സ് 2 ആക്കി നമുക്ക് വേവിക്കാം. ഒരു ബോളാക്കുക. ഫസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഈ റെഡിയാക്കി വെച്ചേക്കണ ഒരു റോളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് വെക്കണേ. അടുത്ത റോൾ എടുക്കുക. ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഒരെണ്ണം ഇപ്പോൾ റെഡിയാക്കി. ഉരുളക്കിഴങ്ങിൻ്റെ ബാക്കിയുള്ള മിക്സ് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഒരുപാട് അമർത്തരുത്, ജസ്റ്റ് പ്രസ് ചെയ്യാനേ പാടുള്ളൂ. അപ്പം നമ്മൾ 2 റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതിനൊരു ഷേപ്പ് കൊടുക്കാം. ജസ്റ്റ് കത്തി വെച്ച് ഒരു വര ഇട്ട് കൊടുക്കാം. ഒന്ന് പിടിച്ചിട്ട് ഇട്ടാൽ മതി ഇടുമ്പോൾ. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ അത് റെഡിയാക്കി എടുക്കാനായിട്ട്. മുകളിലും കുറേശ്ശെ നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മുകൾ ഭാഗം ബ്രൗൺ കളറാക്കി എടുക്കാം. തിരിച്ചും മറിച്ചിട്ട് രണ്ട് ഭാഗം നല്ല ബ്രൗൺ കളറായി എടുത്തു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. സ്നാക്ക് റെഡി ആയിട്ടാ. ഇത്രയേ ഉള്ളൂ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റിലും വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.